എല്ലാവർക്കും നാത്തൂൻസ് സ്പൈസ് വേൾഡിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും താഴെ കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുതേ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പൈനാപ്പിൾ പുളിശ്ശേരിയാണ് കേട്ടോ. ഞങ്ങളുടെ വീട്ടിലൊക്കെ ഇതിനെ പുളിശ്ശേരി എന്നൊന്നും പറയാറില്ല, മോരുകറി എന്നേ പറയാറുള്ളൂ. കഷ്ണങ്ങളൊക്കെ മാറി മാറി വരുന്നേ ഉള്ളൂ. ഇവിടെ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെട്ടുള്ളൊരു പുളിശ്ശേരിയാണ് പൈനാപ്പിൾ പുളിശ്ശേരി. കുറച്ച് മധുരം കൂടെ ഉള്ളതുകൊണ്ടാവാം ഇവിടെ പൊതുവെ മധുരമുള്ള കറികൾക്ക് കുറച്ചധികം പ്രിയം കൂടുതലാണ്. അപ്പോൾ ഇതിലധികം ചേരുവകളൊന്നും വേണ്ട, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. എന്നാൽ ടേസ്റ്റ് ഉഗ്രനാണ് താനും. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് വരാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. നമുക്ക് ആദ്യം പൈനാപ്പിൾ വേവിച്ചെടുക്കാം. ഞാൻ പൈനാപ്പിൾ ഒരു ഇടത്തരം കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഒരു പച്ചമുളക് നെടുവേ കീറിയത്, ഒരു തണ്ട് കറിവേപ്പില, കുറച്ച് വെള്ളം, ഇത്രയിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. പൈനാപ്പിളിന് അത്യാവശ്യം വേവുണ്ട് കേട്ടോ. നമ്മുടെ പൈനാപ്പിൾ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. ഞാൻ അതിലേക്ക് ഒരു 1/4 കപ്പോളം തേങ്ങയും 1/2 ടീസ്പൂൺ നല്ല ജീരകവും മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. നിങ്ങളുടെ തേങ്ങ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നതാണെങ്കിൽ കുറച്ച് ചെറിയ ചൂടുള്ള വെള്ളം കൊണ്ട് അരച്ചെടുക്കുന്നതാണ് നല്ലത്. അപ്പോഴേ നന്നായിട്ട് അരഞ്ഞു കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ ശത്രുക്കളെ പോലെ വേറിട്ട് കിടക്കും. ഇനി നമുക്ക് തൈരിലെ കട്ട ഉടച്ചെടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു 1/4 കപ്പോളം നല്ല കട്ടിയുള്ള തൈരാണ്. ഞാൻ അതിലേക്ക് ഒരു 1.5 കപ്പോളം വെള്ളം ഒഴിച്ച് നല്ലോണം വിസ്ക് ചെയ്ത് അതിലെ കട്ടയെല്ലാം നന്നായിട്ട് ഉടച്ചെടുക്കുന്നുണ്ട്. ഞാൻ മിക്സിയിലിട്ട് അടിക്കാറില്ല, സാധാരണ ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. വേവിക്കാൻ വെച്ച പൈനാപ്പിൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഞാൻ പറഞ്ഞ പോലെ പൈനാപ്പിളിന് അത്യാവശ്യം വേവുണ്ട്. അപ്പോൾ നന്നായി വെന്ത് വരുന്നവരെ മൂടി വെച്ച് തന്നെ വേവിക്കാം. പൈനാപ്പിൾ വെന്ത് കഴിയുമ്പോൾ നമുക്കൊരു ചെറിയ കഷ്ണം ശർക്കര കൂടി ചേർത്ത് കൊടുക്കാം. ഇതുപോലെ കൈ കൊണ്ട് ഇങ്ങനെ ഞെരടി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ പൈനാപ്പിൾ നന്നായി വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം. തേങ്ങ അരച്ചതും ചേർത്ത് കഴിഞ്ഞ് നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് മൂടി വെച്ച് ഒരു 1-2 മിനിറ്റോടെ വേവിക്കാം. ആ തേങ്ങ അരച്ചതിൻ്റെയൊക്കെ ഒരു പച്ചമണമൊക്കെ ഒന്ന് പോയിക്കോട്ടെ. തേങ്ങ അരച്ചത് ചേർത്ത് കഴിഞ്ഞ് ഒരു 1-2 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ അതെല്ലാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തേക്ക് കട്ട ഉടച്ച് വെച്ച് തൈര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെക്കണം, അല്ലെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന വഴിയെ തൈര് ഇങ്ങനെ പിരിഞ്ഞു പോകും. അപ്പോൾ തീ ഏറ്റവും കുറച്ച് വെച്ചിട്ട് തൈര് ചേർത്ത് നമുക്ക് അതേ സെയിം ടൈമിൽ തന്നെ ഇളക്കി കൊടുക്കാം. തൈര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തീ കൂട്ടി വെക്കേണ്ട ആവശ്യമില്ല, തീ കുറഞ്ഞ് തന്നെ ഇരിക്കട്ടെ. നമ്മൾ തൈരിൽ ഉപ്പ് ചേർത്തിട്ടില്ല, അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിങ്ങനെ തുടരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇതിന് പാകമാവുമ്പോൾ നമുക്കിങ്ങനെ നന്നായിട്ട് ആവി ഇങ്ങനെ പൊങ്ങി വരുന്നത് കാണാം. അപ്പോൾ അതിനർത്ഥം അത് നന്നായിട്ട് ചൂടായി എന്നാണ്. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഞാൻ പൈനാപ്പിൾ പുളിശ്ശേരിയിലേക്ക് കടുക് വറുക്കുമ്പോൾ 2 എക്സ്ട്രാ സാധനങ്ങളും കൂടെ ചേർക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇത് പ്രത്യേകം എടുത്ത് കാണിക്കുന്നത്. അതിലേക്ക് ഞാൻ 2 ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇങ്ങനെ നീളത്തിലുള്ള പീസസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഒരു ചെറിയ വെളുത്തുള്ളിയും ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ കടുക് വേണം, പിന്നെ കുറച്ച് ഉലുവാപ്പൊടിയും വേണം. ഇങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിനകത്ത് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് പോലെ എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല. അതുപോലെ നിങ്ങൾക്ക് കടുക് വറുക്കുമ്പോൾ ഉലുവാപ്പൊടി തന്നെ ചേർക്കണമെന്നൊന്നുമില്ല, ഉലുവയും ചേർക്കാവുന്നതാണ്. ഉലുവയാണ് ചേർക്കുന്നതെങ്കിൽ കടുക് വറുത്ത് കഴിഞ്ഞ് ഉടനെ തന്നെ ഉലുവ ചേർക്കുക. അതൊന്ന് മൂത്ത് വരുമ്പോഴാണ് ബാക്കിയുള്ള സാധനങ്ങൾ ചേർക്കുക. അത്രയേ ഉള്ളൂ വ്യത്യാസം. രുചിയിലൊന്നും കാര്യമായിട്ട് വ്യത്യാസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ മോന് ഉലുവ ഇങ്ങനെ കടിക്കാൻ കിട്ടുന്ന അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഉലുവാപ്പൊടി ചേർക്കുന്നത്. വെളിച്ചെണ്ണയിൽ നന്നായിട്ട് കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് വഴറ്റാം. അതൊന്ന് നന്നായി മൂത്ത് വരുമ്പോൾ നമുക്ക് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് 1/4 തൊട്ട് 1/2 ടീസ്പൂൺ വരെ ചേർക്കാം. കൂടുതലായി പോവണ്ട, കൂടുതലായാൽ ചൊവ വരും. ആളിപ്പോൾ നമുക്ക് പുളിശ്ശേരിയിലേക്ക് ചേർത്തിട്ട് 5 മിനിറ്റ് മൂടി വയ്ക്കാം. നമ്മുടെ സ്വാദിഷ്ടമായ പൈനാപ്പിൾ പുളിശ്ശേരി റെഡിയായി. ഞാനിവിടെ കോവയ്ക്കത്തോരൻ്റെയും ഒരു നെല്ലിക്കച്ചാറിൻ്റെയും കൂടെയാണ് വിളമ്പിയത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള തോരനോ മെഴുക്കുവരട്ടിയോ അച്ചാറോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നല്ല ടേസ്റ്റാണിത്. എല്ലാവരും ഉണ്ടാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. പുതിയ വേറിട്ട രുചികളുമായി പിന്നീട് കാണാം. ബൈ.